ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഗോൾഡ് ബീസിൻ്റെ ചാർട്ടാണ്. കഴിഞ്ഞ ഏകദേശം 11 ട്രേഡിംഗ് ഡേയ്സിനുള്ളിൽ 10% റിട്ടേൺ ആണ് ഗോൾഡ് ബീസ് നൽകിയിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ ഒരു 6-7 വീഡിയോ ആയി നമ്മൾ ഗോൾഡ് ബീസിനെ കുറിച്ച് പറയുന്നു കണ്ടിന്യൂസ് ആയിട്ട്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് കയറുന്ന ടൈമിൽ ഗോൾഡ് ബീസ് തീർച്ചയായിട്ടും കയറുന്ന ഒരു അസറ്റാണ്. ഗോൾഡ് ഇറങ്ങുന്ന ടൈമിൽ അതുമാതിരി ഗോൾഡ് ബീസ് ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു എൻട്രിയും കിട്ടും. ഇങ്ങനെയാണ് ഗോൾഡ് ബീസും അതുപോലെ തന്നെ ഗോൾഡ് എല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഗോൾഡ് ബീസ് പോലെ തന്നെ നമുക്ക് ബാങ്ക് ബീസ്, സിൽവർ ബീസ് ഇതൊക്കെ അവൈലബിൾ ആണ്. ഗോൾഡ് ബീസ് എന്ന് പറയുന്നത് ഏറ്റവും വേഗത്തിൽ റിട്ടേൺ തരുന്ന ഒരു സ്റ്റോക്ക് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ETF കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 106 രൂപ റേഞ്ചിലാണ്, ഒരു 106 രൂപ ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. 106 രൂപയിലാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ ചെയ്തത്. അവിടെ നിന്ന് 10% ആയിട്ടുള്ള ഒരു 116 എത്തിയത്. ഏകദേശം ഈ ക്യാൻഡിൽ 117 ഇതിൻ്റെ ഹൈ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കണ്ടില്ലേ, 117 രൂപ. അപ്പോൾ ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തത് വിത്തിൻ 11 ട്രേഡിംഗ് ഡേയ്സിലാണ്. ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര % കയറി നോക്കിക്കോളൂ കേട്ടോ. ഈ ഒരു ക്യാൻഡിൽ നിന്നാണ് നമ്മൾ കയറിപ്പോയത്. ഏകദേശം ഇവിടെ ഈ ഒരു റേഞ്ചിൽ 10%-ൻ്റെ പ്രോഫിറ്റാണ് നൽകിയിരിക്കുന്നത്. 160. അപ്പോൾ ഇത്രയും ഒരു പ്രോഫിറ്റ് ചുരുങ്ങിയ ഒരു 15 ദിവസം കൊണ്ടാണ്. അപ്പോൾ വെറും 116 രൂപ 117 രൂപയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചെറിയ ചെറിയ അസറ്റ് ക്ലാസ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പൈസ ഇല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മാറിയേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ ചെറിയ എമൗണ്ട് ഉണ്ടെങ്കിൽ, ഒരു ബിരിയാണീൻ്റെ പൈസ ഉണ്ടെങ്കിൽ, നമുക്കൊരു എന്താ പറയുക, ഒരു മന്തി കഴിക്കുന്ന ഒരു പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഗോൾഡ് ETF വാങ്ങിയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഗോൾഡ് ETF ഒക്കെ ഒരു അടിപൊളിയായിട്ടുള്ള അസറ്റ് ക്ലാസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ. ഇനി ഇതിൽ ഇനിയിപ്പോൾ ഗോൾഡ് ഇറങ്ങുമ്പോൾ, ഇനി അടുത്തൊരു ടൈമിൽ ഗോൾഡ് ഇനി ഇറങ്ങുകയാണെങ്കിൽ അതിലൊരു എൻട്രി വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഗോൾഡ് ബീസും വർക്ക് ചെയ്യുന്നത്. സോ ഗോൾഡ് ബീസ് ഇപ്പോൾ വീണ്ടും കയറിപ്പോയി, തിരിച്ച് വന്നിട്ട് വീണ്ടും കയറിപ്പോയിരിക്കുകയാണ് ഗോൾഡ് ബീസ്. അപ്പോൾ നിങ്ങൾക്ക് വീക്ക്ലി ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. കണ്ടില്ലേ, ഗോൾഡ് ബീസ് കയറിപ്പോയിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.